ഹായ് ഗായ്സ്, ഞങ്ങൾ നാലാളും കൂടി എൻഗേജ്മെൻറ്റിന് പോവുകയാണ് കേട്ടോ. മാമൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ്. മാമൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത്, ഞങ്ങൾ കുട്ടീൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവരുടെ വീട് മുത്തേരിയാണ് കേട്ടോ. അങ്ങനെ മുത്തേരി ബസ് സ്റ്റോപ്പിൽ കാത്ത് നിൽക്കുകയാണ്. മാമൻ്റെ അവരെ അല്ല കേട്ടോ കാത്ത് നിൽക്കുന്നത്, അനിയത്തിൻ്റെ ഹസ്ബൻഡും മോളും വരാൻ. അനിയത്തി വന്നില്ല കേട്ടോ, അവൾക്ക് പനിയാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി പോകാൻ. വേദസിന് മുന്നിലാണ് ഇരുന്നേം കൂടി റിത്തുവിനെ കണ്ടപ്പോൾ റിത്തുവിൻ്റെ മടിയിലേക്ക് വന്നിരുന്നു കേട്ടോ. റിത്തു അവളായിട്ട് നല്ല ബോണ്ടാണ് കേട്ടോ. ഞങ്ങളായിട്ട് ഉണ്ടെങ്കിലും ഇവിടെ ഓനോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളുടെ വീടിൻ്റെ അടുത്തെത്തി. അന്നപ്പോഴേക്ക് അമ്മേൻ്റെ അടുത്തിൻ്റെ മക്കളും മരുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കാറിൽ വന്നിരുന്ന് വേദ എനിക്ക് പൊട്ട് തൊട്ടുതരിക കേട്ടോ. വല്യമ്മനെ സുന്ദരിയാക്കി തരാമെന്ന് പറഞ്ഞ് പൊട്ടൊക്കെ തൊട്ടുതരിക കേട്ടോ. അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തി കേട്ടോ. എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അത് മോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. മോളത് കുടിക്കുക ചെയ്യാണ്. വെയിലും ഉണ്ട് മഴക്കാറും ഉണ്ട്, ഒരു വല്ലാത്തൊരു കാലാവസ്ഥ. ഇതാണ് കേട്ടോ പെണ്ണ് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റേജിൻ്റെ ഉള്ളിൽ പെണ്ണും ചെക്കനൊക്കെ കയറി റിങ് എക്സ്ചേഞ്ച്, ബ്രേസ്ലെറ്റ്, പിന്നെ ഡ്രസ്സ്, ഫോണ് ഒക്കെ കൈമാറുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നിലേക്ക് പോയില്ല. അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫറുണ്ട്. പിന്നെ നമ്മൾ അതിൽ തിരുക്കി പോകേണ്ട ആവശ്യമില്ല. ഇത് അവരെ ഫ്രണ്ടിൻ്റെ അതിലേതോ ഒരു ഫ്രണ്ടിൻ്റെ മോനാണെന്ന് തോന്നുന്നു കേട്ടോ. അവരെ മടിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ എൻ്റെ മോന് കണ്ടോ ഫുൾ ഐസ്ക്രീം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേദൂസിനാട്ടോ ഐസ്ക്രീം കൂടുതലായിട്ട് കിട്ടിയ. ഒക്കെ എൻഗേജ്മെൻറ്റ് കൊണ്ട് ഐസ്ക്രീം ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ മോനും ഇന്നേയും കൊടുക്കുകയാണ്. മറ്റേ ചെറുതിനും കൊടുത്ത്. റിൻറ്റു ചേട്ടാ ഇനി ചോദിക്കരുത് കേട്ടോ, അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തരുന്നത്, ഇനി തരൂല കേട്ടോ, ചോദിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോള്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മനു ഓമശ്ശേരി ഇറക്കി തരാമെന്ന് പറഞ്ഞു. അമ്മ ഞങ്ങളുടെ കൂടെ വന്നില്ല. അമ്മേൻ്റെ അങ്ങേക്ക് പോയിട്ട് വൈകുന്നേരം വരാമെന്ന്. വേദസ് സുന്ദരിയായിട്ട് നടക്കുന്നത് കണ്ട. അങ്ങനെ ഞങ്ങൾ ഓമശ്ശേരി എത്തി കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങി. അവർ തിരിച്ചു പോയി.